ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് പിടിച്ചേക്കണേ. അതായത് സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, പതിവിൽ നമ്മൾ ഇൻഫർമേറ്റീവ് വീഡിയോസ് ആണോ ഷെയർ ചെയ്യാറുള്ളത്. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ഗെയിം മോഡ് വീഡിയോ ആണ്. എന്താണെന്ന് പറഞ്ഞു? അപ്പം നമുക്കൊരു ഗെയിം കളിക്കാം, ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും കളിക്കാം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഫിലിം ഡയലോഗ്സ് പറഞ്ഞ് അതിൻ്റെ ഫിലിം ഡയലോഗ്സ് കേട്ടിട്ട് അതിൻ്റെ പേര് കണ്ടുപിടിക്കുക എന്നുള്ള നൂതനവും ഫ്രഷുമായ ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പ്ലേ ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ അപ്പൊ ആദ്യത്തെ കിട്ടിയോ? പഞ്ചാബി ഹൗസ്. അടിപൊളി. ഫ്രണ്ട്സ് വെച്ചേ പഴക്കമുള്ള സാധനങ്ങളായി തകർത്തിട്ടിരിക്കുന്നത് പഴയ സാധനങ്ങളായിരുന്നോ? ഞാൻ പുത്തം പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പൊ എനിക്കൊരു പോയിന്റ്. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഇതാണ് പൊറോട്ട ഇറച്ചി. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനിയിൽ കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. തോറ്റുപോയ പറയണേ. അയ്യോ, പുലിവാലി കല്യാണമാണോ? അടിപൊളി. പച്ചക്കുതിര. അടിപൊളി. ഒന്നേ മിക്കവാറും ഞാൻ നോക്കൂന്ന് തോന്നുന്നു. ഇത് ശുദ്ധമായ പച്ചക്കുതിര. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത മൂവി. ഒന്നെങ്കിലും പറയാൻ പറ്റിയായിരുന്നു. സിനിമകളെ പ്രേമിക്കുന്നവന് എന്റെ ജീവാത്മാവും പരമാത്മാവും സിനിമയാണ്. ഞാൻ ഡയലോഗ്. അയ്യോ തമാശ, ഭയങ്കര തമാശ. ഓക്കെ, ഞാനൊരു നോള പറഞ്ഞു വട്ടന്മാരോട് നമ്മുടെ കയറ്റിക്കുന്നത് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട്. നീ എന്തിനാ ഓർഡർ? എല്ലാ ഭ്രാന്തന്മാരും ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഞാനോട് പറ്റിച്ച് അത് നീ പോയി ഓടുന്നുണ്ടല്ലോ. ബിരിയാണി കൊടുത്താലാ? ചിലപ്പോ അത് ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ. കിട്ടിയ? എനിക്ക് ഓർമ്മയില്ല. വൺ മാൻ ഷോ. ഓക്കെ, ഞാൻ മിക്കവാറില്ല. അടിപൊളി. നെക്സ്റ്റ്. അടുത്തത് ആയില്ല. തലയണ മന്ത്രം. വടക്ക് നോക്കിയ യന്ത്രം. ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ മാറ്റം. അപ്പൊ ആക്സിലേറ്ററാ? ഇല്ല, തലയണ മന്ത്രമല്ലേ? വടക്ക് നോക്കിയ യന്ത്രം. കണ്ട തലയണ മന്ത്രം. കാരണം എനിക്കിത് നല്ല ഓർമ്മയില്ല. അടുത്തത്. അപ്പൊ ഇത്ര 1 2 3 4 എണ്ണത്തിൽ എനിക്കൊന്നും. പുലിവാലി കല്യാണം. ആ സൗണ്ട് കേട്ടാ എനിക്ക് ഉറപ്പാ പുലിവാലി കല്യാണം. എനിക്ക് ഫുള്ള് പറയാൻ പോലും തോന്നിയില്ല. അല്ല, ശരി, സമയം കിട്ടിയില്ല. ശരി, നിനക്ക് സമയം. എനിക്ക് സമയം കിട്ടിയത് ഞാൻ പറഞ്ഞു, എനിക്ക് അറിയുന്നായിരുന്നു. ഓക്കെ, ഞാൻ വിട്ടു തന്നിരിക്കുന്നു. വേണ്ട. കല്യാണം ആക്കാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഡയലോഗ്. ഇത് ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ചാടി പറയല്ലേ? ഓക്കെ, ഞാൻ മിണ്ടില്ല. നീ തോറ്റാലേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഞാൻ പറയാം. മറ്റേ ഈ ഹസ്ബൻഡ്സ് ഒക്കെ ആയിട്ടുള്ള ഹസ്ബൻഡ്സ് ഇൻ ഗോവയല്ല, മറ്റേ ഇവരൊക്കെ ഉള്ളത്. ആരുള്ളതല്ല, സിനിമയുടെ പേര് പറയും. എനിക്ക് മനസ്സിലായി. ഇവരെല്ലാരും ഉണ്ട്. എല്ലാരും കൂടെ ഗോവയിലോ എവിടെയോ ട്രിപ്പിന് പോയിട്ട്. ഭാവനയുണ്ട് ഇതിനകത്ത്. സിനിമയുടെ പേര് ചോദിച്ചത്, നടിയുടെ പേരല്ല. സിനിമയുടെ പേര് ഹസ്ബൻഡ്സ് ഇൻ ഗോവയല്ല. ഭർത്താക്കന്മാരെ സൂക്ഷിക്കുക. കഴിച്ച ഭർത്താക്കന്മാരെ സൂക്ഷിക്കാന്ന്. ഹാപ്പി ഹസ്ബൻഡ്സ്. അയ്യോ, അതെനിക്കറിയായിരുന്നു. പക്ഷെ വെക്കി
ഏതാ നോക്കിയേ? അയ്യോ അയ്യോ ശേ, ഞാൻ എന്നാ എനിക്ക് തന്നെ, ഞാൻ ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഹാപ്പി ഹസ്ബൻഡ്സ് അല്ലേ ഇത്? ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഞാൻ ഹസ്ബൻഡ്സ് ഇൻ ഗോവ പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് പ്ലീസ് എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാൻ ഇടിച്ചു പൊളിച്ചത്. പാമ്പൻ പാലം കിട്ടിയോ? ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം. ഇന്നലെ പിന്നെ അവിടെ എന്താ പോയി. CD മൂസ. അല്ല CD മൂസ അല്ല, ഈ പറക്കം നൽകുക. ഓക്കെ ഓക്കെ ഈ പറക്കം നൽകുക. അതൊക്കെ പോട്ടെ. അല്ലേ? പറക്കം നൽകുക. സ്കോച്ച് എടുത്ത് അടിച്ച് നെക്സ്റ്റ്. എത്ര ഒക്കെ പറയരുത് സാറേ. എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാൻ അതിന്റെ ഉത്തരല്ലോ. ഓക്കെ അത് കഴിക്കില്ല. നെക്സ്റ്റ്. അടുത്ത അടുത്ത 9ാമത്തെ അല്ലേ? എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ. ചട്ടമ്പി നാട്. ഓഫ്. ഓക്കെ, ഞാനൊന്ന് ഡിസ്ട്രാക്ട് ആയി പോയി. ഓക്കെ ശരി. ഞാൻ ജയിക്കോ? നീ ജയിക്കും. അങ്ങനെ പേടിച്ചു പോകും. അറിയില്ലായിരുന്നോ? അതേ ചട്ടമ്പി നാട്. ഓക്കെ 10ാമത്തെ. ഇതോടെ തീരുമാനമാവും. ആഹാ, ഇതിനകത്ത് ചെലവായിരുന്നു. ഞാൻ പറയട്ടെ. അയ്യോ ഞാൻ ഇതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതായിരുന്നു. കല്യാണരാമൻ. ഓക്കെ മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെലവയാ. ഞങ്ങൾ ഇതിന് തുടങ്ങാറുള്ളൂ. ഇല്ല കഴിഞ്ഞിട്ടില്ല. എന്നാ പൂഞ്ഞിക്കര കൊള്ളാം. വെക്ക്. അല്ലെങ്കിലും ഗുരുഭക്തി നല്ല എന്താ നോക്ക്? ചെലവയാ. കല്യാണം കറക്റ്റ്. ഗണപതി എവിടെ ഓടിച്ചോളെ. Imagine if you dare find love, play, taste. ആട് പോട്ടെ. ഓക്കെ നോക്കാം. കിളിക്കം. ഓക്കെ നെക്സ്റ്റ്. സെറ്റ്. കിളിക്കം. നാടോടിക്കാറ്റ്. ഒന്നൊക്കെ ഡയലോഗ് കേട്ടോ. ശരി. നാടോടിക്കാറ്റ് അല്ലേ? ആണോ? കറക്റ്റ്. നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റ്. ഈ സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ലല്ലോ. ഇവനെ ക്ലൈമാക്സ് അത്. അയ്യോ എന്തായിരുന്നു സിനിമയുടെ പേര്? കിട്ടി. എന്താ? താളോട്ടം. താളോട്ടല്ല. താളോട്ടത്തിൽ അവൻ മറ്റേ പ്രാന്തനാവുന്നതല്ലേ? അതല്ല. ചിത്രശലഭോ? ചിത്രം. അയ്യോ ചിത്രം. താങ്ക് യു. ശരി. ഞാൻ ചിത്രം. താളോട്ടല്ലത്. എനിക്കറിയാം. എനിക്ക് കിട്ടി. തേന്മാൻ കൊമ്പത്ത്. അയ്യോ എനിക്കറിയായിരുന്നു. ആദ്യം ഞാൻ അവർക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ ക്ലാരയോ? ക്ലാര. അതന്നെ, ക്ലാരയും ജയകൃഷ്ണനും. കിട്ടി. എനിക്ക് തൂവാന തുമ്പികൾ. യെസ് ഐ ആം ദി ബെസ്റ്റ്. ഓക്കെ സെറ്റ്. കിട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ഈ ശരിയാക്കി. പറക്കുന്ന കളിക്കാം. ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട കളിയില്ലേ സുന്ദര? സുന്ദരൻ. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ കൊണ്ട് എഴുന്നള്ളിക്കും? ഓക്കെ കൂട്ട്. നമുക്ക് നോക്കട്ടെ എത്രയാണുണ്ടായി. 1 2 3 4 5 6. 6 എനിക്ക്. നിനക്ക് 6 ഉള്ളൂ. 1 2 3 4 5 6 7 8 9 കൊണ്ട് ഞാൻ ജയിച്ചു. എന്നാലും എപ്പടി ഉന്നാലോ ഇതെല്ലാം മുടിയത്. ആമയും മയിലും കോമ്പറ്റീഷനിൽ ജയിച്ചോ. ഞാൻ മിണ്ടാണ്ട് നോണ്ടാ. ഞാൻ കള്ളത്തരം പറയില്ല. ശരി. നിന്നെ അടുത്ത കാവിലെ പാട്ട് മനസ്സിനെ എടുത്തോളാം തന്നെ. അപ്പൊ അടുത്ത വേറൊരു ഗെയിമായിട്ട് നിങ്ങൾ വേഗം വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ. അപ്പൊ അടുത്ത വീഡിയോ